പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം യാത്ര ചെയ്യുന്നത് പീച്ചി അണക്കെട്ട് കാണുവാനാണ്. കേരളത്തിലെ തൃശൂർ ജില്ലയിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു അണക്കെട്ടാണ് പീച്ചി അണക്കെട്ട്. പീച്ചി ജലസേചന വൈദ്യുതി പദ്ധതി, ശുദ്ധജല വിതരണം എന്നിവ മുൻനിർത്തിയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 1947 നിർമ്മാണം തുടങ്ങി 1958 ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടന്നത്. 41.85 മീറ്റർ ഉയരവും 213 മീറ്റർ നീളവും 4.27 മീറ്റർ വീതിയുമാണ് ഈ ഡാമിനുള്ളത്. ഇവിടെയുള്ള അണക്കെട്ടിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി KSEBയുടെ പീച്ചി ചെറുകിട ജലവൈദ്യുത പദ്ധതി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. പ്രതിവർഷം 33 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദനമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അണക്കെട്ടിന്റെ വലതുകര കനാലിലൂടെ വേനൽക്കാലത്ത് ജലസേചനത്തിനായി തുറന്നുവിടുന്ന ജലം ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപാദനത്തിന് ശേഷമുള്ള വെള്ളം കനാലിലേക്ക് തുറന്നുവിടും. അണക്കെട്ടിലെ ജലം 2 ശാഖകളായി തുറന്നുവിടുന്നത് ഒന്നും മുടക്കം വരാതെയുള്ള ജലസേചനത്തിനും മറ്റൊന്ന് വൈദ്യുതി ഉൽപാദനത്തിനും ഉപയോഗിക്കുന്നു. വൈദ്യുതി ഉൽപാദനത്തിൽ എന്തെങ്കിലും തകരാറുണ്ടായാൽ ജലസേചനത്തിന് മുടക്കം വരാതിരിക്കാനാണ് 2 ശാഖകളിലായി ജലം തിരിച്ചുവിടുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശന സമയം. 20 രൂപയാണ് പ്രവേശന നിരക്ക്. കുട്ടികൾക്ക് 10 രൂപ. ഇവിടെ എത്തിപ്പെടുന്നതിന് തൃശൂരിൽ നിന്ന് പാലക്കാട് ദേശീയപാതയിലൂടെ 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പീച്ചി റോഡ് ജംഗ്ഷനിൽ എത്തും. അവിടെ നിന്ന് 8 കിലോമീറ്റർ തെക്കോട്ട് പോയാൽ ഇവിടെ എത്താം. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് പീച്ചി ഡാമിലേക്ക് നേരിട്ട് ബസ് സർവീസ് ഉണ്ട്. രാവിലെ 7 മുതൽ രാത്രി 9 മണി വരെ 10 മിനിറ്റ് ഇടവേളകൾ ബസ്സുണ്ട്. പാലക്കാട് നിന്നും വരുന്ന സഞ്ചാരികൾക്ക് പട്ടിക്കാട് നിന്നും പീച്ചിയിലേക്ക് ബസ് കിട്ടും. കേരളത്തിലെ ഒരു മേജർ ഇറിഗേഷൻ പ്രൊജക്ട് എന്ന നിലയിൽ 1957 ഒക്ടോബർ 4 കേരള ഗവർണർ ബി രാമകൃഷ്ണ റാവു രാജ്യത്തിന് സമർപ്പിച്ചതാണ് കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയുടെ കുറുകെ ഉള്ള പീച്ചി അണക്കെട്ട്. ഈ ജലസേചന പദ്ധതി ഉപയോഗിച്ച് ഏകദേശം 17,555 ഹെക്ടർ പ്രദേശത്ത് ജലസേചനം സാധ്യമാക്കുന്നു. പ്രധാനമായും മുകുന്ദപുരം, തലപ്പള്ളി, തൃശൂർ, ചാവക്കാട് താലൂക്കുകളുടെ പ്രദേശങ്ങളിലേക്ക് വിവിധ കനാലുകൾ വഴി ജലം എത്തിക്കുന്നു. ജില്ലാ അതിർത്തിയായ വാണിയമ്പാറ വരെ ജലം വ്യാപിച്ചു കിടക്കുന്നു. ഞങ്ങൾ പോയ സമയം മഴക്കാലമായതിനാൽ ആൾക്കാർ നന്നേ കുറവായിരുന്നു. കാരണം ഷട്ടർ തുറക്കുന്നതിനോട് അടുത്ത ദിവസങ്ങളിൽ വിനോദസഞ്ചാരികൾ കൂടുതലായും എത്തിച്ചേരാറുണ്ട്. ഞങ്ങൾ ചെന്നത് കുറച്ചുകൂടി മഴ ശക്തമായ സമയത്തായിരുന്നു. എങ്കിലും കേരളത്തിന്റെ ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മുഖ്യമായ സ്ഥാനം പിടിക്കാനുള്ള സ്ഥലം തന്നെയാണ് പീച്ചി ഡാം. ഒരു തവണയെങ്കിലും എല്ലാവരും പോയിരിക്കേണ്ട സ്ഥലമാണ് പീച്ചി ഡാം.